Students, welcome back to my class. So in this class we are going to discuss about DNA sequencing. So DNA sequencing means it is a determination of base sequence of DNA molecule or fragment is known as DNA sequencing. Okay, DNA sequencing എന്ന് പറഞ്ഞാൽ DNA മോളിക്യൂളിൻ്റെ ബേസ് സീക്വൻസ് ഡിറ്റർമിൻ ചെയ്യുക അല്ലെങ്കിൽ DNA ഫ്രാഗ്മെൻറ്റിനെ അതിൻ്റെ സീക്വൻസ് ഡിറ്റർമിൻ ചെയ്യുക അതിനാണ് നമ്മൾ DNA സീക്വൻസിങ് എന്ന് പറയുന്നത്. ദി അവൈലബിലിറ്റി അത് പോസിബിൾ ആവാൻ കാരണം ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് കൊണ്ടാണ് പോസിബിൾ ആയത്. It include availability of restriction enzymes അവൈലബിലിറ്റി, അതുപോലെ തന്നെ ഡെവലപ്മെൻറ്റ് ഓഫ് ഹൈ സെൻസിറ്റീവ് ജെൽ ഇലക്ട്രോഫോറേറ്റിക് ടെക്നിക്സ്, ഒരുപാട് ജെൽ ഇലക്ട്രോഫോറേറ്റിക് ടെക്നിക്സ് നമുക്ക് അവൈലബിൾ ആണ്. ആൻഡ് ജീൻ ക്ലോണിങ് ആൻഡ് PCR ടെക്നിക്സ്, അപ്പോൾ ലാർജ് ക്വാണ്ടിറ്റീസ് ഓഫ് ഇൻഡിവിജ്വൽ DNA ഫ്രാഗ്മെൻറ്റ്സ് നമുക്ക് അവൈലബിൾ ആകും. അങ്ങനെ PCR ടെക്നിക്സും ജീൻ ക്ലോണിങ്ങും വഴി. അതുപോലെ തന്നെ ഡെവലപ്മെൻറ്റ് ഓഫ് റിലയബിൾ DNA സീക്വൻസിങ് ടെക്നിക്സ്, ഒരുപാട് സീക്വൻസിങ് ടെക്നിക്സ് അവൈലബിൾ ആണ്. അതുകൊണ്ടൊക്കെയാണ് DNA സീക്വൻസ് നമുക്കിപ്പോൾ ഇത്ര ആക്സസിബിൾ അല്ലെങ്കിൽ പോസിബിൾ ആയത്. ഓക്കെ, ലേറ്റ് 1970s രണ്ട് DNA സീക്വൻസിങ് ടെക്നിക്സ് ഡെവലപ്പ് ചെയ്തത്. ഒന്ന് അലൻ മാക്സം ആൻഡ് വാൾട്ടർ ഗിൽബർട്ടിൻ്റെയും, അത് കെമിക്കൽ ക്ലീവേജ് അപ്രോച്ച് ആയിരുന്നു. ആൻഡ് രണ്ടാമത്തെ ഫ്രെഡ് സാങ്ങറുടെ എൻസൈമാറ്റിക് അപ്രോച്ച് 1975. അതിന് നമ്മൾ പറയുന്ന പേരാണ് പ്ലസ് മൈനസ് മെത്തേഡ് എന്നും പറയുന്നു. ഈ രണ്ട് പ്രൊസീജിയേഴ്സ് ആയാലും ഇറ്റ് എംപ്ലോയ് ലാബിലിംഗ് ഓഫ് എ ടെർമിനൽ ന്യൂക്ലിയോടൈഡ് ഫോളോഡ് ബൈ ദ സെപ്പറേഷൻ ആൻഡ് ഡിറ്റക്ഷൻ ഓഫ് ജനറേറ്റഡ് ഒലിഗോന്യൂക്ലിയോടൈഡ്സ്. ഈ രണ്ട് മെത്തേഡിലും എന്താണെന്ന് വരുന്നത് വെച്ചാൽ ടെർമിനൽ ന്യൂക്ലിയോടൈഡിനെ നമ്മൾ ലാബിൽ ചെയ്തിട്ട് ആൻഡ് ഇറ്റ് ഇസ് ഫോളോഡ് ബൈ സെപ്പറേഷൻ ആൻഡ് ഡിറ്റക്ഷൻ, എന്നിട്ട് അതിനെ സെപ്പറേറ്റ് ചെയ്യുന്നു, ഡിറ്റക്ട് ചെയ്യുന്നു. ഓക്കെ, സാങ്ങർ മെത്തേഡ് എന്ന് പറഞ്ഞാൽ പോപ്പുലറാണ് ഡ്യൂ ടു ദ റിലേറ്റീവ് ഈസ് ഓഫ് പ്രൊസീജിയർ. സാങ്ങർ മെത്തേഡ് കുറച്ചും കൂടി പ്രൊസീജിയർ എളുപ്പമായതുകൊണ്ട് തന്നെ കുറച്ചും കൂടി പോപ്പുലറാണ്. അതുപോലെ തന്നെ ലോങ്ങർ സ്ട്രെച്ചസ് ഓഫ് DNA, അബൌട്ട് 400 ബേസസ് ഓഫ് DNA ഒക്കെ നമുക്ക് സീക്വൻസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് സാങ്ങർ മെത്തേഡ് കുറച്ചുകൂടി പോപ്പുലറാണ്. ഇനി ഈ സാങ്ങർ മെത്തേഡിൽ 1980 വാൾട്ടർ ഗിൽബർട്ടിനും സാങ്ങറിനും നോബൽ പ്രൈസ് കെമിസ്ട്രിയിൽ പ്രൈസ് കിട്ടി ഫോർ ദർ കോൺട്രിബ്യൂഷൻസ് കൺസേണിങ് ഡിറ്റർമിനേഷൻ ഓഫ് ബേസ് സീക്വൻസ് ഇൻ ദ ന്യൂക്ലിക് ആസിഡ്സ്. ഓക്കെ, കൂടാതെ ഫ്രെഡറിക് സാങ്ങർ അദ്ദേഹം ഒരു ഇംഗ്ലീഷ് ബയോകെമിസ്റ്റ് ആയിരുന്നു. 2 ടൈം നോബൽ ലോറേറ്റ് ആണ് കെമിസ്ട്രിയിൽ. ആൻഡ് ദ ഓൺലി പേഴ്സൺ ടു ഹാവ് ബീൻ സോ, അത്രയും ആദ്യമായിട്ടാണ് അങ്ങനത്തെ ഒരാൾക്ക് അങ്ങനെ 2 നോബൽ പ്രൈസ് കെമിസ്ട്രിയിൽ കിട്ടുന്നത്. ഓക്കെ, ബോത്ത് സാങ്ങർ മെത്തേഡിലായാലും അതുപോലെ തന്നെ മാക്സം ആൻഡ് ഗിൽബർട്ട് സീക്വൻസിങ്ങിലായാലും ജനറൽ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് റെഡ്യൂസ് ദ DNA ടു 4 സെറ്റ്സ് ഓഫ് ലാബിൾഡ് ഫ്രാഗ്മെൻറ്റ്സ്. 4 സെറ്റ് ലാബിൾഡ് ഫ്രാഗ്മെൻറ്റ്സ് ആക്കിയിട്ട് DNA മാറ്റുക. അതാണ് സാങ്ങർ മെത്തേഡിൻ്റെ അടിസ്ഥാനം. അതുപോലെ തന്നെ മാക്സം ആൻഡ് ഗിൽബർട്ട് സീക്വൻസിങ്ങിൻ്റെയും ജനറൽ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ടെക്നിക്ക് എന്ന് നോക്കാം. സോ DNA സീക്വൻസിങ് ബൈ സാങ്ങർ മെത്തേഡ് എന്താണെന്ന് നോക്കാം, അല്ലെങ്കിൽ ഡൈഡിയോക്സി ന്യൂക്ലിയോടൈഡ് ചെയിൻ ടെർമിനേഷൻ മെത്തേഡ്. അതിന് പറയുന്ന വേറെ പേരാണ് ഡൈഡിയോക്സി ന്യൂക്ലിയോടൈഡ് ചെയിൻ ടെർമിനേഷൻ മെത്തേഡ്. സോ എന്താണ് ആ മെത്തേഡ്? ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ റാൻഡം ടെർമിനേഷൻ ഓഫ് എ DNA ചെയിൻ ഡ്യൂറിങ് എൻസൈമാറ്റിക് സിന്തസിസ്. അതെന്താണ്? DNA ചെയിനിന് എൻസൈമാറ്റിക് സിന്തസിസ് വഴി നമ്മൾ എന്ത് ചെയ്യാം? എൻസൈമാറ്റിക് സിന്തസിസിൻ്റെ സമയത്ത് DNAയുടെ ചെയിനിന് ടെർമിനേഷൻ നടത്തുക. ഓക്കെ, DNA ചെയിൻ ഇങ്ങനെ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുക, അതിന് ടെർമിനേഷൻ നടത്തുക. അതാണ് അതിൻ്റെ ബേസ് എന്ന് പറയുന്നത്. ഓക്കെ, ദ ടെക്നിക് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഡൈഡിയോക്സി ന്യൂക്ലിയോടൈഡ് അനലോഗ് ഓഫ് ഈച്ച് ഓഫ് ദ 4 നോർമൽ ന്യൂക്ലിയോടൈഡ്സ്. 4 നോർമൽ ന്യൂക്ലിയോടൈഡ്സ് ഉണ്ടല്ലോ, അഡെനിൻ, തൈമിൻ, സൈറ്റോസിൻ, ഗുവാനിൻ, അങ്ങനെ 4 നോർമൽ ന്യൂക്ലിയോടൈഡ്സ് ഉണ്ട്. അതിൻ്റെ അനലോഗ് ഡൈഡിയോക്സി ന്യൂക്ലിയോടൈഡ് അനലോഗാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. നോർമൽ ന്യൂക്ലിയോടൈഡ്സിൻ്റെ അനലോഗ് ഡൈഡിയോക്സി ന്യൂക്ലിയോടൈഡ് അനലോഗാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ 4 നോർമൽ ന്യൂക്ലിയോടൈഡ്സിനും ഡൈഡിയോക്സി ന്യൂക്ലിയോടൈഡ് അനലോഗ് ഉണ്ടായിരിക്കും. ഓക്കെ, അത് ആ DNA ഈ ഡൈഡിയോക്സി ന്യൂക്ലിയോടൈഡ് അനലോഗ് എന്ത് ചെയ്യുന്നു? ഗ്രോവിങ് DNA ചെയിനിലേക്ക് കൊടുക്കുന്നു. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് എന്തുണ്ടാകുന്നത്? അവിടെ ഈ ഡൈഡിയോക്സി ന്യൂക്ലിയോടൈഡ് അനലോഗിന് എന്താണ്? അവർക്ക് OH ഗ്രൂപ്പ് ഉണ്ടാവില്ല. 2' പൊസിഷനിലും അതുപോലെ തന്നെ 3' പൊസിഷനിലും അവർക്ക് എന്താണ്? OH ഗ്രൂപ്പ് ആബ്സെൻ്റ് ആയിരിക്കും. ഓക്കെ, ദസ് DDNTP, അതായത് ഡൈഡിയോക്സി ന്യൂക്ലിയോസൈഡ് ട്രൈഫോസ്ഫേറ്റ് ഇൻകോപ്പറേറ്റഡ് ഇൻ ടു ദ ഗ്രോവിങ് ചെയിനിലേക്ക് നമ്മൾ ഈ DDNTPനെ കൊടുക്കുകയാണെങ്കിൽ ഇറ്റ് കനോട്ട് ഫോം എ ഫോസ്ഫോഡയസ്റ്റർ ബോണ്ട് വിത്ത് അനദർ DNTP. അതിനെന്ത് ചെയ്യാൻ പറ്റില്ല? വേറൊരു DNTPനെ ആയിട്ട് അതിന് ഫോസ്ഫോഡയസ്റ്റർ ബോണ്ട് ഫോം ചെയ്യാൻ പറ്റില്ല. കാരണം അതിനെന്തില്ല? OH ഗ്രൂപ്പ് ഇല്ല. അതുകൊണ്ട് തന്നെ അതിന് ഫോസ്ഫോഡയസ്റ്റർ ബോണ്ട് ഫോം ചെയ്യാൻ പറ്റില്ല. The growing DNA molecule can be terminated at the random points by including in the reaction system the normal DNTP and DDNTP at a concentration such that the 2 nucleotides compete for incorporation. Okay, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഗ്രോവിങ് DNA മോളിക്യൂളിനെ ടെർമിനേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? റാൻഡം പോയിൻറ്റ്സിൽ തന്നെ ടെർമിനേറ്റ് ചെയ്യിക്കണം. അതിനെന്ത് ചെയ്യുന്നു? നോർമൽ DNTP കൊടുക്കുന്നു, അതിൻ്റെ കൂടെ തന്നെ DDNTP കൊടുക്കുന്നു. ഓക്കെ,
അപ്പോൾ നമ്മൾ എന്താ ഇവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ പ്രൊസീജിയർ പറയുകയാണെങ്കിൽ ദ ഡി എൻ എ ടു ബി സീക്വൻസ്ഡ്, നമുക്ക് ഏത് ഡി എൻ എ ആണോ സീക്വൻസ് ചെയ്യേണ്ടത് ആ ഡി എൻ എ സീക്വൻസിന് എടുക്കുക. ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ ടെംപ്ലേറ്റ് സ്റ്റാൻഡ്, അതിനെന്ത് ചെയ്യുക, ടെംപ്ലേറ്റ് സ്റ്റാൻഡായിട്ട് എടുക്കുക. ആൻഡ് എ ഷോർട്ട് പ്രൈമർ, ഒരു ഷോർട്ട് പ്രൈമർ ഉണ്ടായിരിക്കും റേഡിയോ ആക്റ്റീവ്ലി ലേബിൾഡ്, അല്ലെങ്കിൽ അതായത് ഫോസ്ഫറസ് 32 അല്ലെങ്കിൽ സൾഫർ 35 വെച്ചിട്ട് ലേബൽ ചെയ്തുള്ള ഒരു ഷോർട്ട് പ്രൈമർ ഉണ്ടാവും. ആൻഡ് ഫ്ലൂറസെൻ്റ് ലേബൽ ആവാം, അല്ലെങ്കിൽ ഈ അനീൽഡ് ടു ഇറ്റ്. ഓക്കെ, പ്രൈമർ, റേഡിയോ ആക്റ്റീവ്ലി ലേബിൾഡ് ആയുള്ള പ്രൈമറിനെ നമുക്ക് ആവശ്യമായുള്ള ഡി എൻ എ സീക്വൻസിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡി എൻ എ ടെംപ്ലേറ്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, അനീൽ ചെയ്യുന്നു. ഓക്കെ, പ്രൈമർ എക്സ്റ്റൻഷൻ ഈസ് അക്കംപ്ലിഷ്ഡ് വിത്ത് വൺ ഓഫ് ദ സെവറൽ ഡി എൻ എ പോളിമറൈസസ്. പ്രൈമർ എക്സ്റ്റൻഷൻ നടക്കുന്നത് ഏതെങ്കിലും ഒരു ഡി എൻ എ പോളിമറൈസ് വെച്ചിട്ടാണ്. ഓക്കെ, ഇങ്ങനെയുള്ള അപ്പോൾ റിയാക്ഷൻ മിക്സറിൽ ഇപ്പോൾ എന്തൊക്കെ ഉണ്ടായിരിക്കും, ദ റിയാക്ഷൻ മിക്സ്ചർ കമ്പോസ്ഡ് ഓഫ് ടാർഗറ്റ് ഡി എൻ എ. അപ്പം അങ്ങനെ ഒരു റിയാക്ഷൻ മിക്സറിൽ എന്തുണ്ടായിരിക്കും, ടാർഗറ്റ് ഡി എൻ എ ഉണ്ടായിരിക്കും. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ റീകോവനൻ്റ് ഡി എൻ എ ടെംപ്ലേറ്റ്, അതിൻ്റെ 5' എൻഡിൽ പ്രൈമർ കാണാം, 5' എൻഡിലാണ് പ്രൈമർ ഉണ്ടായിരിക്കുക. ആൻഡ് പിന്നെ എന്തൊക്കെ ഉണ്ടായിരിക്കും റിയാക്ഷൻ മിക്സറിൽ, ടാർഗറ്റ് ഡി എൻ എ ഉണ്ട്, ലാബിൾഡ് പ്രൈമർ ഉണ്ട്, ആൻഡ് 4 DNTPs, ഓൾ ദ 4 DNTPs. ഏതൊക്കെയാണ് 4 DNTPs? DATP, DGTP, DCTP, DTTP, അങ്ങനെ 4 DNTPs ഉണ്ടായിരിക്കും ഈ റിയാക്ഷൻ മിക്സറിൽ. അപ്പോൾ എല്ലാ റിയാക്ഷൻ മിക്സറിലും ഈ ഫുൾ ഒരു റിയാക്ഷൻ മിക്സർ എടുക്കുക. റിയാക്ഷൻ മിക്സറിൽ ടാർഗറ്റ് ഡി എൻ എ, ലേബിൾഡ് പ്രൈമർ, എല്ലാ 4 DNTPs ഉണ്ടായിരിക്കും. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് ഡിവൈഡ് ഇൻ ടു 4 ട്യൂബ്സ്. അതിന് ഈ മിക്സറിനെ നമ്മൾ 4 ട്യൂബിൽ ഡിവൈഡ് ചെയ്യുക. ട്യൂബ് 1, ട്യൂബ് 2, 3, 4, അങ്ങനെ 4 ട്യൂബിൽ അതിനെ ഡിവൈഡ് ചെയ്ത് വയ്ക്കുക. ആൻഡ് എന്ത് ചെയ്യുന്നു, ഈച്ച് കണ്ടെയ്നിങ് എ ഡിഫറെൻറ്റ് DDNTP. പക്ഷേ ഈ ട്യൂബിൽ 4 ട്യൂബിലും ഡിഫറെൻ്റ് ആയുള്ള DDNTPs ആണുള്ളത്. അതായത് ഡൈഡിയോക്സി ന്യൂക്ലിയോസൈഡ് ട്രൈഫോസ്ഫേറ്റ് രണ്ടിലും ഡിഫറെൻ്റ് ആണ്. ഓക്കെ, 4ലും ഡിഫറെൻ്റ് ആണ്. 4 ടെസ്റ്റ് ട്യൂബുകളിലും എന്താണ് DDNTPs ഡിഫറെൻ്റ് ആണ്. ഓരോന്നിലും ഡിഫറെൻ്റ് ആയുള്ള DDNTPs ആണ് ഉള്ളത്. DDNTPs ആർ റാൻഡംലി ഇൻകോപ്പറേറ്റഡ് ഡ്യൂറിങ് ദ എൻസൈമാറ്റിക് സിന്തസിസ് ഓഫ് DNA. അതിന് നമ്മൾ റാൻഡംലി ഇൻകോപ്പറേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആൻഡ് കോസ് ചെയിൻ ടെർമിനേഷൻ. അപ്പോൾ DDNTP അതിലേക്ക് ഇടുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, ചെയിൻ ടെർമിനേഷന് കാരണമാവുന്നു. കാരണം എന്താണ്, നേരത്തെ പറഞ്ഞു DDNTPക്ക് എന്തില്ല, 3' 2' അവർക്ക് OH ഗ്രൂപ്പ് ഇല്ല. സോ ഫോസ്ഫോഡയസ്റ്റർ ബോണ്ടിങ് നടക്കുന്നില്ല. പിന്നീട് ഫർദർ ആയിട്ടുള്ള ഫോസ്ഫോഡയസ്റ്റർ ബോണ്ടിങ് നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ചെയിൻ ടെർമിനേഷന് കാരണമാവുന്നു. Since DDNTP present in the reaction tube at a low level related to the corresponding DNTP, termination of DNA synthesis occurs randomly at all possible complementary sites of the DNA template. എല്ലാ പോസിബിൾ സൈറ്റിലും എന്ത് നടക്കുന്നുണ്ട്, ടെർമിനേഷൻ നടക്കുന്നുണ്ട്. ഓക്കെ, കാരണം എന്താണ്, DDNTP എന്ന് പറയുന്നത് എന്താ ലോ ലെവലിലാണുള്ളത് മറ്റേ DNTPനെക്കാട്ടിലും. അപ്പോൾ അതുകൊണ്ട് എല്ലാ പോസിബിൾ സ്ഥലത്തും എന്ത് ഉണ്ടാകുന്നുണ്ട്, ടെർമിനേഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ എന്തുണ്ടാവും, ഡിഫറെൻ്റ് ആയുള്ള ഡി എൻ എ മോളിക്യൂൾസിൻ്റെ ഡിഫറെൻറ്റ് സൈസുള്ള DNA മോളിക്യൂൾസ് കിട്ടുന്നു. ലാബിൾഡ് അറ്റ് 5' എൻഡ് 5' എൻഡിൽ ലാബിൽ ചെയ്തിട്ടുള്ള ഡിഫറെൻ്റ് ആയുള്ള DNA മോളിക്യൂൾസ് കിട്ടുന്നു. ഡിഫറെൻറ്റ് ലെങ്ത്തിലുള്ള DNA മോളിക്യൂൾസ് കിട്ടുന്നു. ഓക്കെ, സോ ഫോർ എക്സാമ്പിൾ നമ്മളൊരു എക്സാമ്പിൾ ഇവിടെ നോക്കുകയാണെങ്കിൽ, നോക്കാം. സോ ഒരു ഒലിഗോന്യൂക്ലിയോട്ടൈഡ് വിത്ത് സീക്വൻസ് AAGCTTCA, ഇവിടെ T ആണ്, AAGCTTCA, ഇങ്ങനത്തെ ഒരു സീക്വൻസ് ഒലിഗോന്യൂക്ലിയോട്ടൈഡ് ആണ്. അതിൻ്റെ സീക്വൻസ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഇറ്റ് ഈസ് ലേബിൾഡ് അറ്റ് 5' എൻഡ്. അതിൻ്റെ 5' എൻഡിൽ ലേബിൾ ചെയ്തിട്ടുണ്ട്, അതായത് ലെഫ്റ്റ് ഹാൻഡിൽ ലേബിൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ലെഫ്റ്റ് ഹാൻഡിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ലേബിൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു ഒലിഗോന്യൂക്ലിയോട്ടൈഡിന് എന്ത് ചെയ്യുന്നു, a reaction that breaks the DNA after each C residue will generate 2 labeled fragments. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു റിയാക്ഷൻ മിക്സറിലേക്ക് നമ്മൾ ഒരു റിയാക്ഷൻ നടക്കുകയാണെങ്കിൽ എന്തുണ്ടാവുന്നു, അതിന് എന്താണ് DNA സി റെസിഡ്യൂവിൻ്റെ അവിടെയാണ് ബ്രേക്ക് ചെയ്യുന്നതെങ്കിൽ എന്ത് ചെയ്യുന്നു, 2 ലാബിൾഡ് ഫ്രാഗ്മെൻറ്റ്സ് നമുക്ക് കിട്ടുന്നു. 4 ന്യൂക്ലിയോട്ടൈഡ് ആൻഡ് 7 ന്യൂക്ലിയോട്ടൈഡ് ഫ്രാഗ്മെൻറ്റ്, ഒരു 4 ന്യൂക്ലിയോട്ടൈഡ് ഫ്രാഗ്മെൻറ്റ് AAGC കിട്ടുന്നു. അതുപോലെ തന്നെ AAGCTTC എന്ന് പറഞ്ഞിട്ടുള്ള ഒരു 7 ന്യൂക്ലിയോട്ടൈഡ് ഫ്രാഗ്മെൻറ്റും കിട്ടുന്നു. എ റിയാക്ഷൻ ദാറ്റ് ബ്രേക്സ് DNA ആഫ്റ്റർ ഈച്ച് G. ഇനിയിപ്പോൾ ജിയുടെ അവിടെ ബ്രേക്ക് ചെയ്യുന്ന റിയാക്ഷൻ ആണെങ്കിൽ എന്ത് കിട്ടുന്നു, ഇറ്റ് വിൽ പ്രൊഡ്യൂസ് ഓൺലി 1 ലാബിൾഡ്, അതായത് 3 ന്യൂക്ലിയോട്ടൈഡ് ഫ്രാഗ്മെൻറ്റ്, ഒരു ന്യൂക്ലിയോട്ടൈഡ് ഫ്രാഗ്മെൻറ്റ് മാത്രമേ കിട്ടുന്നുള്ളൂ 1 ലാബിൾഡ് ആയിട്ടുള്ളത്, അതായത് AAG ആണ് അവിടെ നമുക്ക് കിട്ടുന്നത്. ബിക്കോസ് ഫ്രാഗ്മെൻറ്റ്സ് ആർ റേഡിയോ ആക്റ്റീവ്ലി ലേബിൾഡ് അറ്റ് ദ 5' എൻഡ്സ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഫ്രാഗ്മെൻറ്റ്സ് എപ്പോഴും ലേബിൾ ചെയ്യുന്നത് എവിടെയാണ്, 5' എൻഡ്സിലാണ് ലേബിൾ ചെയ്യുന്നത്. ഓക്കെ, ഓൺലി ദ ഫ്രാഗ്മെൻറ്റ് ടു ദ 5' സൈഡ് ഓഫ് ദ ബ്രേക്ക് ഈസ് വിഷ്വലൈസ്ഡ്. അതുകൊണ്ട് നമുക്ക് എന്താ പറ്റുള്ളൂ, 5' സൈഡിലേക്കുള്ള 5' സൈഡിൻ്റെ അവിടേക്കുള്ള ഫ്രാഗ്മെൻറ്റ് മാത്രമാണ് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ദ ഫ്രാഗ്മെൻറ്റ് സൈസസ് കറസ്പോണ്ട് ടു ദ റിലേറ്റീവ് പൊസിഷൻസ് ഓഫ് C and G റെസിഡ്യൂസ് ഇൻ ദ സീക്വൻസ്.
അപ്പോൾ ഫ്രാഗ്മെൻറ്റ് സൈസ് എന്തിന് കറസ്പോണ്ടിങ് ആയിരിക്കും? അതിൻ്റെ സി ഡി ജി ഡിയും റെസിഡ്യൂസിൻ്റെ പൊസിഷൻസിന് കറസ്പോണ്ടിങ് ആയിരിക്കും. ഓക്കെ. പിന്നെ when the sets of fragments corresponding to each of the 4 bases are electrophoretically separated, they produce a ladder of bands from which the sequence can be read directly. അപ്പോൾ നമുക്കിതിങ്ങനെ ഇലക്ട്രോഫോററ്റിക്കലി നമുക്ക് കിട്ടിയുള്ള ഇതിനെ സെപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ സീക്വൻസ് ഡയറക്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലാഡർ ഓഫ് ബാൻഡ്സ് കിട്ടും. അങ്ങനെ നമുക്ക് കറക്റ്റായിട്ട് അതിൻ്റെ സീക്വൻസ് എന്ത് ചെയ്യാൻ പറ്റുന്നു? സീക്വൻസ് റീഡ് ചെയ്യാൻ പറ്റുന്നു. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സീക്വൻസ് റീഡ് ചെയ്യുന്നത് കാണിച്ചു തരാം. എങ്ങനെയാണ് ഇവിടെ പിക്ചർ ഇവിടെ നിന്ന് കൊടുത്തിട്ടുണ്ട്. ഇലക്ട്രോഫോററ്റിക് എന്ത് ചെയ്യുന്നപ്പോൾ നമുക്ക് പറയാം. അതായത് ഈ സിന്തസിസ് റിയാക്ഷൻസ് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ആഡ് ചെയ്യണം? ഫോറാമൈഡ് ആഡ് ചെയ്യണം. അങ്ങനെ അപ്പോൾ എന്ത് ചെയ്യുന്നത്? പ്രിവെൻറ്റ്സ് DNA സ്ട്രാൻഡ്സ് ഫ്രം ബേസ് പാരിങ്. പിന്നെ ബേസ് പാരിങ് ഉണ്ടാവില്ല. ആൻഡ് DNA മോളിക്യൂൾസ് ആർ സെപ്പറേറ്റഡ് ബൈ പോളി അക്രിലാമൈഡ് ജെൽ ഇലക്ട്രോഫോറസിസ്. ജെൽ ഇലക്ട്രോഫോറസിസ് വഴി തന്നെ എന്ത് ചെയ്യുന്നു? സെപ്പറേറ്റ് ചെയ്യുന്നു DNA മോളിക്യൂൾസിനെ. ഓക്കെ. അങ്ങനെ സെപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്നിട്ട് ഓട്ടോ റേഡിയോഗ്രാഫി ചെയ്യുന്ന സമയത്ത് ഇത് എക്സ്റേ ഓട്ടോ റേഡിയോഗ്രാം ഓഫ് ജെല്ലാണ്. ആ ജെല്ലിനെ ഓട്ടോ റേഡിയോഗ്രാഫി ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ സീക്വൻസുകൾ കിട്ടും. ലാർജർ DNA ഫ്രാഗ്മെൻറ്റ്സ് മുകളിലും സ്മോളർ DNA ഫ്രാഗ്മെൻറ്റ്സ് താഴെ ഉണ്ടായിരിക്കും. അപ്പോൾ അവിടെ AGTC അങ്ങനെ അതിൻ്റെ എന്ത് കിട്ടുന്നുണ്ട്? സീക്വൻസുകൾ നമുക്ക് റീഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് ലാസ്റ്റ് അതിൻ്റെ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് DNA സീക്വൻസ് നമുക്ക് ആവശ്യമായ DNA സീക്വൻസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിൻ്റെ ബേസ് സീക്വൻസ് നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റി, അതിനെ റീഡ് ചെയ്യാൻ പറ്റി. സോ ഈ ഒരു ടെക്നിക്കിൽ പറയുന്ന പേരാണ് എന്ത്? DNA സീക്വൻസിങ്. ഓക്കെ. ഇത് ബ്രീഫായിട്ടാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. സോ അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക് തന്നെയാണ്. സോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ DNA സീക്വൻസിനെ ഡിറ്റർമൈൻ ചെയ്യുന്നതിനാണ് DNA സീക്വൻസിങ് എന്ന് പറയുന്നത്. അവിടെ നമ്മൾ ഫോളോ ചെയ്യുന്ന മെത്തേഡ് സാങ്കർ മെത്തേഡാണ് പറയുന്നത്. അത് ഡൈഡിയോക്സി ന്യൂക്ലിയോടൈഡ് ചെയിൻ ടെർമിനേഷൻ മെത്തേഡാണ്. അവിടെ റാൻഡം ടെർമിനേഷൻ ഓഫ് എ DNA ചെയിനാണ് അതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ. സോ ഇറ്റ്സ് ഓൾ അബൌട്ട് ദിസ് ടോപ്പിക്. താങ്ക് യു.